ഹായ് ഓൾ, ഇന്ന് അവിടെ എടുക്കാൻ പോകുന്നത് എബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിനെ കുറിച്ചാണ്. ഫസ്റ്റ്, എബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. എബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, ഓൾസോ നോൺ ആസ് ഫുൾ കോസ്റ്റിംഗ്, ഈസ് എ കൺവെൻഷണൽ ടെക്നിക് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. It is the practice of charging all cost, both variable and fixed, to operations, processes, and products. It is the oldest and widely used technique of ascertaining cost. അതായത് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിന് ഫുൾ കോസ്റ്റിംഗ് എന്നും കൂടി പറയുന്നുണ്ട്. പിന്നെ ഒരു പ്രൊഡക്റ്റ് ആയാലും ഒരു പ്രോസസ്സായാലും ഒരു ഓപ്പറേഷൻ ആയാലും ഇവിടെ കോസ്റ്റ് ചാർജ് ചെയ്യുന്നത് ഫുള്ളാണ്, അതായത് ടോട്ടൽ കോസ്റ്റാണ്. വേരിയബിൾ ആൻഡ് ഫിക്സഡ് രണ്ടും ഒരുപോലെ തന്നെ ചാർജ് ചെയ്യുന്നതാണ് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ. പിന്നെ ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് പണ്ട് മുതൽക്കേ യൂസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ടെക്നിക്കാണ്. ഇപ്പോഴാണ് മാർജിനൽ കോസ്റ്റിംഗ് ഒക്കെ വന്നത്. നെക്സ്റ്റ് ഡെഫിനിഷനാണ്. According to CIMA London, absorption costing is a technique whereby fixed cost as well as variable costs are allotted to cost units. ഇതാണ് absorption costingൻ്റെ CIMA ലണ്ടൻ്റെ ഡെഫിനിഷൻ. നെക്സ്റ്റ് നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് absorption costing ആണ്. ഫസ്റ്റ് വൺ, absorption costing confirms with the accrual concept by matching cost with the revenue for a പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരിയഡ്. അതായത് ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരിയഡിൽ കോസ്റ്റും റവന്യൂവും തമ്മിൽ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ആക്യുറൽ കൺസെപ്റ്റാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സ്റ്റോക്ക് വാല്യുവേഷൻ കംപ്ലൈസ് വിത്ത് ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഫിക്സഡ് പ്രൊഡക്ഷൻ കോസ്റ്റ് ആർ അബ്സോർബ്ഡ് ഇൻ ടു സ്റ്റോക്ക്. ഇവിടെ ഫിക്സഡ് പ്രൊഡക്ഷൻ കോസ്റ്റൊക്കെ സ്റ്റോക്കിലേക്കാണ് അബ്സോർബ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഇറ്റ് അവോയ്ഡ്സ് സെപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഇൻ ടു ഫിക്സഡ് ആൻഡ് വേരിയബിൾ എലമെൻറ്റ്സ് വിച്ച് ഈസ് നോട്ട് ഈസിലി ആൻഡ് ആക്യുറേറ്റ്ലി അച്ചീവ്ഡ്. അതായത് ഇവിടെ ടോട്ടൽ കോസ്റ്റാണ് എടുക്കുന്നത്. ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് എന്നുള്ള രണ്ട് ഇലമെൻറ്റ്സായി സെപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അതിനു പകരം ഒരു പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് അങ്ങനെയാണ് പറയുക. അപ്പോൾ വിച്ച് ഈസ് നോട്ട് ഈസിലി ആൻഡ് ആക്യുറേറ്റ്ലി അച്ചീവ്ഡ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാനും ആക്യുറേറ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് വൺ, ദ അനാലിസിസ് ഓഫ് അണ്ടർ ഓർ ഓവർ അബ്സോർബ്ഡ് ഓവർ ഹെഡ്സ് റിവീൽസ് എനി ഇൻഎഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ റിസോഴ്സസ്. അതായത് ഇൻഎഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ റിസോഴ്സസിൻ്റെ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള യൂട്ടിലൈസേഷനാണ് അണ്ടർ ഓർ ഓവർ അബ്സോർബ്ഡ് ഓവർ ഹെഡ്സിനെ കാണിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ഫസ്റ്റ് വൺ, ഡിഫിക്കൽറ്റി ഇൻ കമ്പാരിസൺ ആൻഡ് കൺട്രോൾ ഓഫ് കോസ്റ്റ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. സോ ഡിഫറെൻറ്റ് യൂണിറ്റ് കോസ്റ്റ് ആർ ഒബ്റ്റെയിൻഡ് ഫോർ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അതായത് ഓരോ ഔട്ട്പുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കോസ്റ്റ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫിക്കൽറ്റി ഇൻ കമ്പാരിസൺ ആൻഡ് കൺട്രോൾ ഓഫ് കോസ്റ്റ് കമ്പയർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. കാരണം ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ടിന് ഡിഫറെൻറ്റ് യൂണിറ്റ് കോസ്റ്റാണ് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കമ്പാരിസണും കൺട്രോളും ഡിഫിക്കൽറ്റിയാണ്. നെക്സ്റ്റ്, നോട്ട് ഹെൽപ്ഫുൾ ഇൻ മാനേജറിയൽ ഡിസിഷൻസ്. Absorption costing is not very helpful in taking managerial decisions such as selection of suitable product mix, whether to buy or manufacture, whether to accept the export order or not. അതായത് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ചില മാനേജറിയൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അത്രത്തോളം ഹെൽപ്ഫുൾ അല്ല എന്നാണ് പറയുന്നത്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ പ്രൊഡക്റ്റ് മിക്സ്, ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് മിക്സ് സെലക്ട് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങണോ അല്ലെങ്കിൽ നമുക്ക് മാനുഫാക്ചർ ചെയ്താലാണോ ഏതാണ് ഏറ്റവും കുറവ് കോസ്റ്റ് ഉണ്ടാവുക എന്ന് നോക്കാനോ അതിനൊന്നും അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് അത്രത്തോളം ഹെൽപ്ഫുൾ അല്ല. നെക്സ്റ്റ് വൺ, ഫിക്സഡ് കോസ്റ്റ് ഇൻക്ലൂഷൻ ഇൻ കോസ്റ്റ് നോട്ട് ജസ്റ്റിഫൈഡ്. Many accountants argue that fixed manufacturing, administration, and selling and distribution overheads are period cost and do not produce future benefits and therefore should not be included in the cost of product. അതായത് ഇവിടെ പറയുന്നത്
ഫിക്സഡ് മാനുഫാക്ചറിങ്, അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് ഇതൊക്കെ പീരിയഡ് കോസ്റ്റ് ആണ്. ഇത് ഒരു ഫ്യൂച്ചർ ബെനഫിറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ്. ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിൽ ഈ ഒരു കോസ്റ്റ് ഇൻക്ലൂഡ് ആവുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, നോട്ട് ഹെൽപ്ഫുൾ ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഫ്ലെക്സിബിൾ ബജറ്റ്. അതായത് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഫ്ലെക്സിബിൾ ബജറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അത്രത്തോളം ഹെൽപ്ഫുൾ ആവുന്നില്ല. ഇൻ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് നോ ഡിസ്റ്റിങ്ഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രിപ്പയർ എ ഫ്ലെക്സിബിൾ ബജറ്റ് വിത്തൗട്ട് മേക്കിംഗ് ദിസ് ഡിസ്റ്റിങ്ഷൻ. അതായത് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ടോട്ടൽ കോസ്റ്റ്, അതായത് മൊത്തത്തിലുള്ളൊരു കോസ്റ്റ് അതാണ് ഇവിടെ കണക്കാക്കുന്നത്. ഇവിടെ ഫിക്സഡ് എന്നോ വേരിയബിൾ എന്നോ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ഡിസ്റ്റിങ്ഷൻ നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഫ്ലെക്സിബിൾ ബജറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അത്രത്തോളം ഹെൽപ്ഫുൾ ആവാത്തത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആൻഡ് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. ഫസ്റ്റ് വൺ, അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ഓൾ കോസ്റ്റ് ആർ ചാർജ്ഡ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ബോത്ത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ, അതായത് ടോട്ടൽ കോസ്റ്റ് ആണ്. അപ്പോൾ എല്ലാ കോസ്റ്റും ഇവിടെ ചാർജ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെങ്കിൽ മാർജിനൽ കോസ്റ്റിങ്ങിൽ വേരിയബിൾ കോസ്റ്റ് മാത്രമേ ഒരു പ്രൊഡക്ഷനിൽ ചാർജ് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഫിക്സഡ് കോസ്റ്റിനെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ്, അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ സ്റ്റോക്സ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ് ആർ വാല്യൂഡ് അറ്റ് ടോട്ടൽ കോസ്റ്റ്. ഇവിടെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്കും അതുപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് ഇതൊക്കെ ടോട്ടൽ കോസ്റ്റിലാണ് വാല്യൂ ചെയ്യുന്നത്. അതായത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫിക്സഡും വേരിയബിളും രണ്ടും വരും. ഇനി മാർജിനൽ കോസ്റ്റിങ്ങിൽ സ്റ്റോക്ക് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ് ആർ വാല്യൂഡ് അറ്റ് മാർജിനൽ കോസ്റ്റ് ഓൺലി. അതായത് മാർജിനൽ കോസ്റ്റ് ഓൺലി എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് ആണ്. ഇവിടെ വേരിയബിൾ കോസ്റ്റിൽ മാത്രമേ ഇത് വാല്യൂ ചെയ്യപ്പെടുന്നുള്ളൂ. നെക്സ്റ്റ് വൺ, പ്രോഫിറ്റ് ഈസ് ദ ബേസിസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ പ്രോഫിറ്റ് ആണ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള പോയിന്റ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സെയിൽസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഇനി മാർജിനൽ കോസ്റ്റിങ്ങിലാവട്ടെ, ദ ഡിസിഷൻസ് ആർ ബേസ്ഡ് ഓൺ കോൺട്രിബ്യൂഷൻ. ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് സെയിൽസ് ഓവർ വേരിയബിൾ കോസ്റ്റ്. ഇവിടെ കോൺട്രിബ്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിസിഷൻസ് എടുക്കുന്നത്. ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് സെയിൽസ് ഓവർ വേരിയബിൾ കോസ്റ്റ്, അതാണ് കോൺട്രിബ്യൂഷൻ. നെക്സ്റ്റ് വൺ, അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ നോട്ട് യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. നേരത്തെ ലിമിറ്റേഷൻസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് അത്രത്തോളം ഡിസിഷൻ മേക്കിങ്ങിന് യൂസ്ഫുൾ ആവുന്നില്ല. കാരണം ഇവിടെ ഫിക്സഡ് എന്നോ വേരിയബിൾ എന്ന എലമെൻറ്റ്സിനെ സെപ്പറേറ്റ് ആയിട്ട് കൃത്യമായിട്ട് തരംതിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് അത്രത്തോളം ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്ഫുൾ അല്ല. മാർജിനൽ കോസ്റ്റിങ്ങിൽ യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. മാർജിനൽ കോസ്റ്റിംഗ് ഡിസിഷൻ മേക്കിങ്ങിന് യൂസ്ഫുൾ ആണ്. കാരണം ഇവിടെ ഫിക്സഡ് എന്നും വേരിയബിൾ എന്നും വേർതിരിച്ച് വേരിയബിളിനെയാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നെക്സ്റ്റ്, അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ സ്യൂട്ടബിൾ ഫോർ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആവുക ഒരു ഓർഗനൈസേഷൻ്റെ എക്സ്റ്റേണൽ റിപ്പോർട്ടിങ്ങിനായിരിക്കും. അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റിംഗ് ആണെങ്കിൽ ഇൻറ്റേർണൽ റിപ്പോർട്ടിങ്ങിനാണ് കൂടുതൽ സ്യൂട്ടബിൾ ആവുക. ഇതാണ് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആൻഡ് മാർജിനൽ കോസ്റ്റിംഗ്. താങ്ക് യു.